കാട്ടിൻ്റെ ഉള്ളിലേക്കൊരു യാത്ര. നാട്ടിലെ തിരക്കൊക്കെ മാറ്റി വെച്ച് കാടിൻ്റെ വൈബറിഞ്ഞ് റേഞ്ചോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത്, അതും ആനവണ്ടിയിൽ. ഇങ്ങനെ ഒരു വൈബിൽ മയിലിന് ഇത്ര അടുത്ത് നിങ്ങൾ കണ്ടിക്കാം. അങ്ങനത്തെ ഒരു ടൂറിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോണത്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവായ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലക്കാട് KSRTC ഡിപ്പോയിൽ എത്തിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് രാവിലെ 7:50 പുറപ്പെടുന്ന KSRTCൻ്റെ ഓർഡിനറി ബസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ചിറ്റൂർ ഡിപ്പോൻ്റെ കീഴിലുള്ള ഈ KSRTC ബസ് രാവിലെ 7:50 സ്റ്റാൻഡിൽ എത്തുന്നുണ്ടെങ്കിൽ 8 മണിക്കാണ് യാത്ര പുറപ്പെടുന്നത് കേട്ടോ. ഇതാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന KSRTC ഓർഡിനറി ബസ്. ഇതിൽ ഓൺലൈൻ ബുക്കിങ്ങും സൗകര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. നമ്മൾ വന്ന് ഇവിടുന്ന് യാത്ര ചെയ്യുക, ടിക്കറ്റ് എടുത്തിട്ട് എന്ന് മാത്രം ഓപ്ഷൻസ് മാത്രം. കേരളത്തിൻ്റെ ഭാഗമാണ് പറമ്പിക്കുളം എന്നുണ്ടെങ്കിലും തമിഴ്നാട് വഴിയല്ലാതെ നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോകാൻ വേറൊരു ഓപ്ഷൻസ് ഇപ്പം ഇല്ല കേട്ടോ. ഗോപാലപുരം ചെക്ക് പോസ്റ്റ് കടന്ന് പൊള്ളാച്ചിയിൽ നിന്നും സെയ്തുമല ആനമല ടൈഗർ റിസർവ് കടന്ന് ടോപ്പ് സ്ലിപ്പ് വഴി മാത്രമേ നമുക്കിപ്പം പറമ്പിക്കുളത്തേക്ക് എത്തിപ്പെടാനുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ളൂ കേട്ടോ. രാവിലെ 8 മണി കറക്റ്റിന് തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല ഈ ബസ്സിൽ, ഓർഡിനറി ആയതുകൊണ്ട് തന്നെ 117 രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. പുറപ്പെട്ട് ആദ്യം വരുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ആൾട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അവിടുന്ന് യാത്ര തിരിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. സപ്പോർട്ടാണ് അടുത്ത വീഡിയോയ്ക്ക് നമുക്കുള്ള പ്രചോദനമായിട്ട് വരുന്നത്. ഈ സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. റോഡിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബസ്സിലായാലും ശരി അത്യാവശ്യം നല്ല എൻഗേജ്ഡ് ആയിരുന്നു ബസ്സൊക്കെ. കാരണം ഈ ഏരിയക്കുള്ള ഒരേ ഒരു ബസ് ഇതാണ്. ഞാൻ യാത്ര ചെയ്യാനുള്ള എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഇതൊരു മഴക്കാലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചയായിരുന്നു പുറത്തുണ്ടായിരുന്നു. ചൂടും നല്ല കുറവായിരുന്നു കേട്ടോ. മഴ കുറച്ച് മുന്നേ പെയ്തെങ്കിലും മഴൻ്റെ ഒരു യാത്ര തിരിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് പൊള്ളാച്ചിയാണ്. അടുത്ത നമ്മുടെ സ്റ്റേഷൻ വരുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ് കേട്ടോ പൊള്ളാച്ചി ഉൾപ്പെടുന്നത്. തമിഴ്നാട്ടിലെ പ്രധാന കാർഷിക നഗരം കൂടിയാണ് പൊള്ളാച്ചി. അത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്ത നടക്കുന്നതും ഈ പൊള്ളാച്ചിയിലാണ്. പിന്നെ കുറേ മലയാള സിനിമകൾക്കും മറ്റ് ഭാഷകളുടെ സിനിമകൾക്കൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ കൂടിയായി മാറിയിട്ടുണ്ട് കേട്ടോ പൊള്ളാച്ചി. അങ്ങനെ ബസ് നമ്മളത് പൊള്ളാച്ചിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ താണ്ടി പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയ്ക്ക് എത്തിക്കും കേട്ടോ. ഇവിടെ 2 ബസ് സ്റ്റേഷനാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ പോണ ബസ് സ്റ്റേഷനിൽ എന്തായാലും ബസ് ഒരു 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ബസ്സിന് അടുത്ത യാത്ര ചെയ്യുന്നത് കേട്ടോ. ഈ അടുത്ത സൈഡ് കാണുന്നതാണ് നമ്മൾ ബസ് സ്റ്റേഷനായിട്ട് വരുന്നത്. മാത്രമല്ല പറമ്പിക്കുളത്തേക്ക് പോകാൻ കേരളത്തിൽ കൂടി കേരള ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാട്ടോ ഉള്ളത്. നമ്മളെ സാധാരണക്കാർക്ക് അതിലൂടെ പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് ഈ ഒരു വഴി മാത്രമേ പറമ്പിക്കുളത്തേക്ക് പോകാനുള്ളൂ കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റ് പൊള്ളാച്ചിയിൽ വാൾപ്പാറ പോണ റൂട്ടാട്ടോ. കുറച്ച് ദൂരം യാത്ര ചെയ്യുക. അത് മാത്രമല്ല പൊള്ളാച്ചിയിൽ പറമ്പിക്കുളത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് മരങ്ങൾ കുറച്ച് ദൂരമുണ്ട്. പൊള്ളാച്ചിയിൽ മുന്നോട്ട് പോയാൽ കാണാൻ കഴിയുമോ. ഭയങ്കര തണുപ്പാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയാൽ. വണ്ടിയിലിരിക്കുമ്പോൾ കേട്ടോ, ബസ്സിലിരിക്കുമ്പോൾ നല്ല തണുപ്പ് ആസ്വദിക്കാൻ പറ്റും. അത് മാത്രമല്ല ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അപ്പുറം ഈ ഒരു മരം ഇങ്ങനെ തണലിട്ട് നിൽക്കുന്നുണ്ട്. ടോട്ടലി പറഞ്ഞതാട്ടോ. ഈ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബാണ്. ഒന്നാമത് ഞാൻ മഴക്കാലത്ത് കൂടിയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇന്ന് പക്ഷേ ഇവിടുന്ന് പറമ്പിക്കുളത്തേക്ക് 30 കിലോമീറ്റർ ആട്ടോ ഇനി യാത്ര ചെയ്യാനുള്ളത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ വലിയൊരു മരല്ലേ, അതാട്ടോ വാൾപ്പാറ. നമ്മളൊരു യാത്ര ചെയ്തിട്ടുണ്ട് കോളേജ് സ്റ്റുഡൻസിനും നമ്മളെല്ലാവരും കൂടി യാത്ര ചെയ്തൊരു ഉല്ലാസയാത്ര ഉണ്ട് KSRTCൻ്റെ. അപ്പോൾ നിങ്ങൾ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഇന്ന് അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെ നമ്മൾ കൃഷികളവിടെ കാണാൻ കഴിയുക.
തെങ്ങായാലും കവുങ്ങായാലും ലെഫ്റ്റ് സൈഡ് കാണാം, റൈറ്റ് സൈഡിൽ പച്ചക്കറി കൃഷി, അങ്ങനെ ഒരു നല്ലൊരു വൈബ് പ്ലേസ് കൂടി കേട്ടോ നമ്മളെ യാത്ര ഇനി മുന്നോട്ട് പോണത്. ഈ യാത്രയിൽ ധാരാളം കൃഷി സംബന്ധമായ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. പൊള്ളാച്ചിയിലായതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ കീഴിലായതുകൊണ്ട് തോന്നുന്നു കുറേ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ വണ്ടി ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കേട്ടോ. ഇവിടുന്ന് രണ്ട് സൈഡിലും നല്ല തിക്ക് ഫോറസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നമ്മൾ ഡ്രൈവർ ഒരു കില്ലാടി ആയതുകൊണ്ടാണ് നല്ല വളവുകളൊക്കെ നല്ല അടിപൊളി വളച്ചെടുത്തിട്ടുണ്ടായിട്ടാ. സിമ്പിളായി മൂപ്പര് കയറിപ്പോയി വളവും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് നമ്മൾ യാത്ര ചെയ്തൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. ഞാൻ ആദ്യം കരുതി നമ്മളെ യാത്ര പണി കിട്ടുമെന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴ നിന്നിട്ടാണ്. മഴ പെയ്തപ്പോൾ എല്ലാവരും വണ്ടിൻ്റെ ഷട്ടറൊക്കെ ക്രോസ് ചെയ്തിരുന്നു. പിന്നെ സ്ട്രൈറ്റ് വ്യൂ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ കാഴ്ചകൾ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് തന്നെ കറക്റ്റ് ഒരു ബസ്സിനുള്ളൊരു സ്പേസ് മാത്രം ഈ റോഡുള്ളൂ കേട്ടോ. കുറച്ച് കൂടുതലുണ്ടാവും. ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾ കണ്ട സൈഡിലേക്ക് മാറി കൊടുക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും കാട്ടിൻ്റെ ഉള്ളിൽ കോംപ്രമൈസ് ചെയ്യാനില്ല കേട്ടോ. ഈ കുറേ ചുറ്റി ഹെയർ പിന്നുകൾ കടന്നിട്ട് വേണം നമുക്ക് മുകളിൽ ടോപ്പ് സീറ്റിലെത്താൻ കേട്ടോ. പോണ വഴിക്ക് കണ്ടൊരു വെള്ളച്ചാട്ടമാണിത്. ഒരു ഇപ്പം മഴ പെയ്തിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ നല്ല നല്ല വെള്ളം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അധികം വെള്ളമൊന്നും ചാടുന്നുണ്ടായിരുന്നില്ല അതിൽ. പിന്നെ സൈഡിലൊക്കെ ധാരാളം മുളമരങ്ങൾ മുറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് സംഭവം എനിക്കറിയില്ല. ഞാൻ കുത്തി മറിച്ചതാണോ എന്താണെന്നറിയില്ല. ധാരാളം മരങ്ങൾ മുറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിൽ. നമ്മളെ ബസ് ടോപ്പ് സ്ലിപ്പിലെത്തിയിട്ട് ഇവിടെയാണ് വ്യൂ ഉള്ളത്. കാര്യങ്ങളൊക്കെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഗവൺമെൻറ് കുറേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫോറസ്റ്റ് വാക്കിങ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ. അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രം ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിനുള്ളിൽ കയറുന്ന ടൈമിൽ നമ്മുടെ ആനമലൈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലെത്തുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ സമർപ്പിക്കണം. നമ്മൾ പ്രൈവറ്റ് വെഹിക്കിളാണ് വരുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു ചെറിയൊരു ഫീ കൂടി അവർ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ മാത്രമല്ല 2 വീലർ ഈ കാട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നതല്ല കേട്ടോ. കാരണം കുറേ ടൈഗർ അറ്റാക്ക് കാര്യങ്ങൾ മൃഗങ്ങളെ അറ്റാക്കിങ് കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് 2 വീലേഴ്സ് ഇതിനുള്ളിലേക്ക് പെർമിറ്റ് കിട്ടൂല. പിന്നെ നമ്മൾ കാട്ടിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഞാൻ മയിലിനെ. നിങ്ങൾക്ക് സൈഡിൽ നോക്കി കാണാൻ പറ്റും. ഒരു 100 മൈലോളം ഞാൻ കണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ ടോട്ടലി കേട്ടോ. പിന്നെ ഈ യാത്രയിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ടൈഗർ റിസർവിലേക്ക് നമ്മൾ എത്തി. അതിൻ്റെ ഫ്രണ്ട് കവാടം നമ്മൾ കാണുന്നുണ്ട്. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. ഇവിടുന്ന് കുറേ ആൾക്കാർ ബസ്സിൽ ഇറങ്ങാനുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇവിടുന്ന് പറമ്പിക്കുളത്തേക്ക് കയറാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് തടയണയാണ് കേട്ടോ. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ചൂടുകാലത്തൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിർമ്മിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ച ഒരു തടയാണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മുടെ ബസ് മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നത് മൃഗങ്ങളൊന്നും ഉള്ളുവലിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. മാനിനെ ആ ഒറ്റ വട്ടമാണ് ഞങ്ങൾ കണ്ടത്. അതോടുകൂടി മാൻ ഓടി ക്യാമറ ഓണേ വരുമ്പോഴത്തേന്. പിന്നെ ബസ് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാനിനെ ചിത്രീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ എന്നാലും 2 സ്ഥലത്തും ടോട്ടലി ഞാൻ കണ്ടിട്ടോ മാൻകൂട്ടത്തെ. പിന്നെ ഈ കാട്ടിനുള്ളിൽ കൂടുതലൊരു യാത്ര തന്നെ നല്ലൊരു തണുപ്പ് പിടിച്ചൊരു വൈബിലുള്ളൊരു യാത്ര ചെയ്തിട്ട് നമ്മുടെ ബസ് ഇനി എത്തിപ്പോവാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളവിടെ ഇപ്പോൾ എത്തിക്കണത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി സ്വകാര്യ വാഹനങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവിടെ റോഡിൽ നിന്ന് പിന്നെ ഇനി പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ബസ്സുണ്ട്. 300 രൂപയാണ് ചാർജ് വരുന്നത്. അതിൽ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ 3 ഡാമും 400 വർഷം പഴക്കമുള്ള ഒരു തേക്കുമരം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചാലുള്ളൊരു ടൂർ പാക്കാണുള്ളത്. അത് എടുത്താൽ നമുക്ക് ഇനിയുള്ള മുന്നോട്ട് യാത്ര പോകാൻ പറ്റുള്ളൂ. പക്ഷേ TNRC ബസ്സിനും KSRTC ബസ്സിനും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റും. അത് സൈഡിലൊരു റിസർവോയിൽ കാണട്ടോ. ഇത് തോണിക്കടവ് ഡാമിൻ്റെ റിസർവോയിലാണ്. ഇവിടെ ആനകളൊക്കെ വന്ന് ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. യാത്ര ടൈമിലൊക്കെ കാണലുണ്ടെന്ന് ഡ്രൈവറും അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ യാത്രയിൽ പറഞ്ഞ എന്നോട്. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഓടി കളിക്കുന്നത് ഞങ്ങൾ വന്ന ടൈമിൽ. ഇതാണ് നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഡാമിൻ്റെ. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ രാവിലെ 6 മണിക്ക് ഒരു TNRTCൻ്റെ ബസ്സുണ്ട്. അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 300 രൂപയാണ് ഫോറസ്റ്റ് സഫാരിക്ക് ഇവർ ഈടാക്കുന്നത്. അത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഈ യാത്രയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. തിരിച്ചു പോകാൻ ബസ് കറക്റ്റ് ടൈമിന് 15 മിനിറ്റ് ബ്രേക്കുള്ളൂ. അത് കഴിഞ്ഞ് ബസ് തിരിച്ചു പോകും. പിന്നെ 6 മണിക്കുള്ള പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാടും ഇതിൻ്റെ എല്ലാം ആസ്വദിച്ച് നമുക്ക് തിരിച്ച് ഈ സർവീസ് എടുത്താൽ നമുക്ക് തിരിച്ച് പോകാനുള്ള ഓപ്ഷൻസ് കൂടി കിട്ടും കേട്ടോ. ഇവിടെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നത് 400 വർഷം പഴക്കമുള്ള ഒരു തേക്കുണ്ട് ഇവിടെ കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ഈട്ടിയും തേക്കും ധാരാളം ഉണ്ട്. അതല്ലാതെ 400 വർഷം പഴക്കമുള്ളൊരു തേക്കുണ്ട്. അതിനെ കാണാൻ
പാലക്കാട് പന്ത്രണ്ട് മണി വെള്ളത്തെ ടൈമിൽ ഒരു 12:20 കൂടിയിട്ട് ബസ് ഇവിടുന്ന് റിട്ടേൺ പോകും. നമുക്ക് ഈ ബസ്സിൽ തന്നെ പോകാനുള്ളതാണ്. ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഭക്ഷണം കിട്ടുന്ന ഒരേ ഒരു കട ഇവിടെ ഇതാണ്. 80 രൂപയാണ് ചോറിന്. കുറച്ച് ആൾക്കാരാണ്, പക്ഷേ ഇത്തിരി മുകളിൽ ഫുഡ് എത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ പൈസ കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് ചോറും ഒരു സാമ്പാറും ഒരു കൂട്ടാനും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ സൈഡിൽ ഇരുന്നിട്ടോ. ഞാൻ പോയപ്പോഴാണ് ഈ ആശാനെ കണ്ടത്. ഒരു മയിൽ ബാക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കോളനിയാണ് ബാക്കിൽ, മീൻസ് അവരെ ഒരു വീട് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതിന് മാക്സിമം എടുത്തേക്ക് ചെന്ന്, പക്ഷേ ഇത് പാറിപ്പോയി. കുറച്ച് എടുത്തേക്ക് ചെന്ന് ഒരു ഏകദേശം ഒരു ദൂരം വിട്ട് നിന്നിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ മയിലിനെ കാണുന്ന ജീവിതത്തിൽ കേട്ടോ. പിന്നെ 1-2 സ്ഥലങ്ങൾ വരുമ്പോൾ ഞാൻ മിസ്സായതുണ്ട്. പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിക്കുന്നതാണ്. ഇവിടെ കുറേ ഷോപ്പുണ്ട്, അധികം ഒന്നുമില്ല, 4-5 ഷോപ്പുണ്ട്. ഇവിടുന്ന് വേണ്ട സാധനമൊക്കെ വാങ്ങാം. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. പിന്നെ ധാരാളം കുരങ്ങന്മാർ ശല്യം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. കുറച്ച് 2-3 സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. വരുമ്പോൾ എടുക്കാൻ മറന്നതാണ്. എനിക്ക് മീൻസ് എനിക്ക് കിട്ടിയില്ല. റൈറ്റ് സൈഡിലിരുന്നത്, ഞാൻ ലെഫ്റ്റ് സൈഡിലിരുന്ന്. ഇതാണ് ഇവിടുത്തെ ഒരു സ്കൂൾ കേട്ടോ. കുറച്ചുകൂടി അഡ്വാൻസ് ആണെന്ന് തോന്നുന്നു. ബിൽഡിങ് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ട് ട്രൈബ്സിന് വേണ്ടിയുള്ള സ്കൂളാണ്. അവരെ വീടാട്ടോ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ചെറിയൊരു കൂരല്ലേ. ഇവിടെ തന്നെയാണ് ഇവർ താമസം. ഇവിടുന്ന് ഇവർ ടൗണിലേക്ക് വരലുണ്ട് സാധനം വാങ്ങാനൊക്കെ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസാണ്. ഇവിടെ നിന്നാണ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബസ്സൊക്കെ കണ്ടില്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റ് അടിക്കണം. കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.